ഒരു തരത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ആശ്വാസമായത് അവിടെ പ്രക്ഷോഭം നടത്തിയ നാഷണൽ സിറ്റിസൺ പാർട്ടി, അവരും ജമാഅത്ത് ഇസ്ലാമിയും അടങ്ങുന്ന 11 പാർട്ടികളുടെ സഖ്യം ഇന്ത്യ വിരുദ്ധ സഖ്യമായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുത്തതും അവരെ പ്രോത്സാഹിപ്പിച്ചതും അവർക്ക് വേണ്ടി രംഗത്ത് വന്നതും പാകിസ്ഥാനിലെ ആർമി, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് ബംഗ്ലാദേശിൽ അത് പിടിച്ചടക്കാൻ നോക്കിയത്. പക്ഷേ അവർ ദയനീയമായി തോറ്റു. 300 അംഗ സീറ്റിൽ 299 മത്സരം നടന്നത്. അവർക്ക് 68 സീറ്റേ കിട്ടിയുള്ളൂ. 216 സീറ്റുമായിട്ട് ബംഗ്ലാദേശിന്റെ നാഷണൽ പാർട്ടി താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ, അവർ ഡിസംബറിലാണ് അന്തരിച്ചത്. അവരുടെ മകൻ 17 വർഷം പുറത്തായിരുന്നു. കാരണം ഇവിടേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കാരണം. അയാൾ തിരിച്ചെത്തുകയും വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് അവിടെ വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ റിഫോംസും പരിഷ്കാരങ്ങളൊക്കെ വേണം, പക്ഷേ പഴയ പൊളിറ്റിക്കൽ സിസ്റ്റം തന്നെ മതി. അത് 2 പാർട്ടികൾ തമ്മിലായിരുന്നു, ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗും BNPയും തമ്മിൽ. ഇപ്പോൾ BNP അധികാരത്തിലെത്തിയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇന്ത്യക്ക് ആശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. അപ്പോൾ പുതിയ സർക്കാർ വന്നതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യ വിട്ടുകൊടുക്കില്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും പുതിയ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നറിയില്ല. എന്തായാലും ഷെയ്ഖ് ഹസീനയെ, അവിടുത്തെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകൾ 15 വർഷമായിട്ട് തുടർച്ചയായി ഭരണത്തിലായിരുന്നു. അവരുടെ ഉരുക്കുമുഷ്ടിക്കെതിരെയാണ് വലിയ പ്രക്ഷോഭം നടന്നത്. അപ്പോൾ അവരെ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം വന്നിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനും ചൈനയും നോക്കിയിരിക്കുകയാണ്. അവരെ വിചാരിച്ച ആൾക്കാർ ജയിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് നടത്തിച്ച് അവിടെ പിടിമുറുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കും. പാകിസ്ഥാനിലെ സൈന്യവുമായിട്ടൊരു കരാറിലേക്കൊക്കെ ബംഗ്ലാദേശ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ നടന്നത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയത്ത് തന്നെ ഇടപെട്ട് ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പറയുന്നത്.